കുക്കുട എന്ന ഗ്രാമത്തിൽ പണ്ടൊരു കോഴി ഉണ്ടായിരുന്നു, പൂവൻ കോഴി. അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിൽ കൂവും, കൊക്കരക്കോ കൊക്കരക്കോ. ചിലപ്പോൾ ഉച്ചയ്ക്കും മറ്റു ചിലപ്പോൾ വൈകുന്നേരവും അവൻ നന്നായി പോവുമായിരുന്നു. കുയിലിൻ്റെ കടഭോജനത്തെക്കാളും വേളാമ്പലിൻ്റെ കരച്ചിലിനേക്കാളും നല്ലതാണ് തൻ്റെ സംഗീതമെന്ന് കോഴി വിചാരിച്ചു. ഇത്ര ഭംഗിയായി പാടിയിട്ടും ആരും തന്നെ പ്രശംസിക്കുന്നില്ലല്ലോ എന്ന് കോഴിക്ക് ദുഃഖം തോന്നി. നിരാശനായ കോഴി സമയം തെറ്റിച്ച് കൂവാൻ തുടങ്ങി. അർദ്ധരാത്രി കോഴിയുടെ കൂവൽ കേട്ട് ഗ്രാമത്തിലെ ആളുകൾ നേരം വെളുത്തെന്ന് കരുതി കിടക്ക വിട്ട് എഴുന്നേറ്റു. പക്ഷികൾ കലപില ചിലച്ച് ചിറകടിച്ച് പറന്നുപോയി. കോഴിയുടെ അസമയത്തുള്ള കൂവൽ കാരണം പരിസരത്തുള്ളവരും പക്ഷികളും വിഷമത്തിലായി. ഒരു ദിവസം അർദ്ധരാത്രി കോഴി മതിലിന്റെ പുറത്ത് കയറി നിന്ന് നീട്ടി പോവുകയായിരുന്നു. വഴിയെ പോവുകയായിരുന്നു കുറുക്കൻ കൂവൽ കേട്ട് തിരിഞ്ഞു നോക്കി. പൂവൻകോഴിയെ കണ്ടപ്പോൾ അവന്റെ വായിൽ വെള്ളം ഓടി. എങ്ങനെയാണ് ഇവരെ പിടിക്കുക? കുറുക്കൻ ചിന്തിച്ചു. തന്ത്രപരമായി ശ്രമിച്ചാൽ കോഴിയെ പിടിച്ച് ശാപ്പിടാമെന്ന് കുറുക്കൻ വിചാരിച്ചു. കുറുക്കൻ പറഞ്ഞു, പ്രിയപ്പെട്ട കോഴി, നിന്റെ കണ്ടത്തിൽ നിന്ന് വരുന്ന ഗാനങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു. ഇന്നാണ് തന്നെ-കുറിച്ച് ഒരാൾ പ്രശംസിക്കുന്നത്. കോഴിക്ക് വളരെ സന്തോഷം തോന്നി. അവൻ ഉറക്കെ ഗാനം ആലപിച്ചു. കോഴി, എനിക്ക് ശരിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. താഴെ ഇറങ്ങി വന്ന് പാടുമോ? ഞാൻ നിന്റെ പാട്ടൊന്ന് ശരിക്കൊന്ന് ആസ്വദിക്കട്ടെ. മുഖസ്തുതി കേട്ട് മതി പറഞ്ഞു കോഴി താഴെ ഇറങ്ങി കുറുക്കൻ്റെ അടുത്ത് വന്നു. പാടാൻ തുടങ്ങി. അവസരം നോക്കിയിരുന്ന കുറുക്കൻ കോഴിയെ ചാടിപ്പിടിച്ചു. മരണത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നുവെന്ന് കോഴിക്ക് മനസ്സിലായി. മുഖസ്തുതി വിശ്വസിച്ചതിന്റെ ഫലം. പക്ഷെ കോഴി ബുദ്ധിമാനായിരുന്നു. ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് കോഴി പറഞ്ഞു, സഹൃദയനായ കുറുക്കൻ ചേട്ടാ, എനിക്ക് മരണത്തെ പേടിയില്ല. മരിക്കുന്നതിനു മുമ്പ് അങ്ങ് എൻ്റെ ആഗ്രഹം സാധിച്ചു തരാം. പിതാവിൻ്റെ കുടങ്ങൾ പുത്രന് പാരമ്പര്യമായി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചേട്ടന്റെ ശബ്ദവും പിതാവിന്റെ ശബ്ദവും പോലെ മനോഹരമായിരിക്കുമല്ലോ. ഒന്ന് പാടു ചേട്ടാ. ചേട്ടന്റെ പാട്ട് കേട്ട് മനസമാധാനത്തോടെ ഞാൻ മരിക്കട്ടെ. കോഴിയുടെ പ്രശംസ കേട്ട് കുറുക്കൻ പരിസരം മറന്നു. ഓലിയിടാൻ തുടങ്ങി. കുറുക്കൻ വായ തുറന്നതും കോഴി പറന്ന് ഒരു പുരയുടെ മുകളിൽ കയറിക്കൂടി. തനിക്ക് പറ്റിയ അമളി ഓർത്ത് ദുഃഖത്തോടെ കുറുക്കൻ തിരിച്ചു നടന്നു. അന്നു മുതൽ കോഴിയും ഒരു പാഠം പഠിച്ചു. മുഖസ്തുതിയുമായി അടുത്തുകൂടുന്നവരെ വിശ്വസിക്കരുത്. കുക്കട ഗ്രാമത്തിലെ ആളുകളെയും പക്ഷികളെയും വിഷമത്തിലാക്കിയിരുന്ന അസമയത്തുള്ള കൂവൽ കോഴി ഇതോടെ നിർത്തി.